Happy birthday to you. Happy birthday ശുഭേട്ടാ. Happy birthday. ഒരു പാവം തയ്യക്കാരനായി എനിക്ക് പിറന്നാൾ ആഘോഷം സാധ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്ത എന്റെ അച്ഛനും അമ്മയ്ക്കും എന്റെ പേരിലും എന്റെ ഈ കടയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. പിറന്നാൾ ആഘോഷത്തിൽ ഇനി അടുത്തതായിട്ട് മദ്യപാനമാണ്. ഇതാ കള ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരെയും ഈ കളത്തിലേക്ക് ഞാൻ ഹാർദവമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. ഇതെന്തു കൂടിയാണ് കൂമ്പോടി പോണ്ട. മദ്യപിക്കാൻ അറിയാവുന്നവൻ. താങ്ക് യു. ആരാ കിടന്ന് പെടക്കല്ലേ ഷിബുട്ടാ. ഷിബുവേട്ടന് വർഷത്തിൽ ഒരു പിറന്നാളേ ഉള്ളോ അതോ ഡേറ്റ് മാറ്റി വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ? ഉണ്ടടാ, 2 എണ്ണം ഉണ്ട്. അതെന്നാ? ഒന്ന് ഡിസംബറിലും ഒന്ന് ഒക്ടോബറിലും. ഇപ്പൊ ഉള്ള ബർത്ത്ഡേ തന്നെ എന്താണെന്നറിയാൻ പാടില്ല. അച്ഛൻ പറഞ്ഞ ഒരു ഡേറ്റ്, അമ്മ പറഞ്ഞ വേറെ ഡേറ്റ്, വൈറ്റ് ആയിട്ട് പറഞ്ഞ വേറെ ഡേറ്റ്. ഇപ്പൊ ഞാൻ എന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തതാ. ഇതുപോലെ ഓസിന് കള്ളു കുടിക്കായിരുന്നു. അതുകൊണ്ടാ കാശ് മുടക്കി അടിക്കണോടാ, കാശ് മുടക്കി അടിക്കണം. അല്ലാതെ ഇങ്ങനെ ഉണ്ടല്ല തിരുമ്മി ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അതിനെ കാശ് വേണ്ടേ? ദരിദ്രര്. ഒരുത്ത പെയിന്റ് പണിക്കാരൻ തച്ചെത്ര 900 1000. ഒരുത്ത പൊറോട്ട അടിക്കാരൻ തച്ച് 600 700. ഒരുത്തൻ വാടക ഓട്ടോ എടുത്ത് ഓടിക്കുന്നു. അവൻ തട്ടിക്കുന്നതും വെട്ടിക്കുന്നതും ബാക്കി കൊടുക്കാതിരിക്കുന്നതും കൂട്ടി അവൻ എത്ര കിട്ടുന്ന അവന് പോലും അറിയില്ല. അതിനിവര് കാശ് പൂഴ്ത്തി വെക്കല്ലേ അംബാനിമാരാൻ വേണ്ടിട്ട്. അതേടാ അംബാനിമാരാവൻ. ഞാൻ ആംബ്രോസ് അംബാനി. ഞാൻ ജോപ്പൻ അംബാനി. ഇവൻ സിബി അംബാനി. അല്ല ആര്യ അംബാനി. ഈ പൂഴ്ത്തിവെപ്പ് രക്ഷപ്പെടാനുള്ള അവസാനത്തെ ശ്രമമാണ് ഷിബോട്ടാ. അതെ, കിട്ടുന്നതിൽ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിനെയും ചെലവ് കഴിഞ്ഞ് ഒന്ന് മാറ്റി വെക്കും. അതിൽ ഇവന്റെ എത്ര ഇവന്റെ എത്ര എന്റെ എത്ര എന്നൊന്നും ഇല്ലെന്ന് ഷിബോട്ടാ. മാറ്റി വെക്കും. ഒന്ന് പിടിച്ചു കയറാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് നല്ലതേ. ഒരു ഓട്ടോ മേടിക്കണം, അതും CC ഇല്ലാതെ റൊക്കം പൈസ കൊടുത്ത്. ഇത് ഞങ്ങളുടെ ഫസ്റ്റിലത്തെ ആദ്യ പടി. അതേ പിടിച്ചൊരു കയറ്റമുണ്ട് റോക്കറ്റ് പോലെ. അതിനു വേണ്ടി ഏട്ടാ വല്ല നാട്ടിൽ നിന്നും വന്നാ ഒറ്റമുറി വാടകയ്ക്ക് താമസിക്കുന്നേ. അയ്യോടാ. ഈ ഓട്ടോ ഓടി കിട്ടുന്ന കാശ് കൊണ്ട് ഞങ്ങൾ ഒരു കാർ വാങ്ങും. കാർ ഓടി കിട്ടുന്ന ലാഭം കൊണ്ട് ഞങ്ങളൊരു മിനി ലോറി വാങ്ങും. ആ മിനി ലോറി എന്നൊരു വലിയ ലോറി, ഒരു ബസ്, ഹോട്ടൽ, ബാർ, ഒരു വലിയ ഫ്ലാറ്റ്, റിയൽ എസ്റ്റേറ്റ്, ജ്വല്ലറി. അയ്യോ, എങ്ങനെ കഴിഞ്ഞിരുന്നു ഉമ്മാരാ? ഒറ്റ രാത്രി കൊണ്ടല്ലേ ഉമ്മാരെല്ലാം രക്ഷപ്പെട്ടത്. ഞാനിപ്പോഴും പഴയ ബ്ലൗസും ചക്രവും ചവിട്ടി ഇവിടെ കിടക്കണല്ലാതെ ഒരു നിവൃത്തിയില്ല. ആശാനെ എന്താ കരയുന്നേ? എടാ ഉമ്മാരൊക്കെ രക്ഷപ്പെട്ടടാ. അയ്യോ ഉമ്മാരൊന്നും രക്ഷപ്പെട്ടില്ല. ആശാൻ വെറുതെ വെള്ളടിച്ച് ഓവറായിട്ട് തോന്നുക. പിന്നെ ഞാൻ പേടിച്ചു പോയി. നിങ്ങളൊക്കെ രക്ഷപ്പെട്ടെന്ന് ഓർത്ത് സന്തോഷായിട്ടാ. ആരും രക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങളൊക്കെ രക്ഷപ്പെട്ടല്ലേ അന്ന് ഞാൻ അറ്റാക്ക് വന്ന് ചത്തു. എത്ര സ്റ്റിച്ചണ്ടാ? 2. അല്ല നിങ്ങൾ എന്തിനാണ് അന്നേരം തല പുറത്തേക്കിട്ട് നോക്കാൻ പോയത്? ഓടുന്ന വണ്ടിയിലിരുന്ന് കൈയും തലയും പുറത്തിട്ടിരുന്ന് നിയമമുള്ളല്ലേ? അതൊന്നും അല്ലടാ. 2 സ്റ്റിച്ചറിനൊന്നും ഇവന്റെ തലക്ക് യോഗം ഉണ്ടെങ്കിൽ ഏണി വെച്ച് കയറി ആ ഇഷ്ടിയം ഹെഡ് ചെയ്തോ. പിന്നെ പ്രേമത്തിന് വേണ്ടി ചോര ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ എന്റെ ജോപ്പാ. ശുദ്ധ മണ്ടത്തരം അത്. ജീവിതം നിന്നെ അത് പഠിപ്പിക്കും. ഈ ഞാനും ഒത്തിരി ചോര ചെയ്യുന്നിട്ടുള്ളവനാ, അറിയാമോ? പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ കൂടെ പഠിച്ചൊരു സരളയുണ്ട്. എന്താ അവളുടെ ഒരു സൗന്ദര്യം. ഒരു ദിവസം ഞാൻ അവളോട് ചോദിച്ചു, സരളെ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എന്നോട്ടെന്ന് ചോദിച്ചു. അവൾ അപ്പൊ തന്നെ തന്നു. ഉമ്മയല്ല, ചെരുപ്പൂരി മുഖം പൊത്തി ഒറ്റ അടി. ചോര ചീന്തുവല്ലായിരുന്നു, മൂക്കി കൂടി ചീറ്റുമായിരുന്നു. അധികം ചിരിക്കണ്ട, ചിച്ചു പൊട്ടും. ഇത് അതുപോലെ നല്ലെന്നേ. അവളെ ഇതിനൊന്നും കുറ്റം പറയാൻ പറ്റിയല്ല. ഒരു കാപ്പി കളർ ചുരിദാറിട്ട പെണ്ണിനെ കണ്ടപ്പോ എനിക്ക് അവളായിട്ട് തോന്നി, അത്രേ ഉള്ളൂ. അതെ, അവളെ കുറ്റം പറയാൻ പറ്റില്ല. മനസ്സിൽ നമ്മൾ ആരെ വിചാരിക്കുന്നുവോ കാണുന്നവരെല്ലാം നമുക്ക് അതായിട്ട് തോന്നും. അപ്പൊ നിന്നെയും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഊരും പേരും അറിയാത്ത പെണ്ണിനും തപ്പി പോയില്ലേ? നീയോ ആ പൊട്ടന്മാരും കൂടി പോയതിന് തെറ്റെന്ന് പറയാനേ പറ്റില്ല. ചെറിയൊരു കുത്തിക്കൊഴുപ്പ് എന്ന് വേണേ പറയാം, അത്രേ ഉള്ളൂ. കാശിന്റെ ലോട്ടറി എടുത്തോ, സമയം ബെസ്റ്റാ. 15 കടവ് കോളിനി ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെടാന്ന് പറഞ്ഞ
ഒരൊന്നൊന്നര ഭാഗ്യമാണ്. ഞാൻ പറഞ്ഞ ഇവന്മാർക്കിട്ട് ഒരെണ്ണം കിട്ടിയാലും തരക്കേടില്ലെന്നാ. ഓ ഈ ഇവന്മാരുടെ പ്രേമം ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഇല്ല. ഒരുത്തൻ 10 പാസ്സായിട്ടില്ല. അവൻ പ്രേമിക്കണതേ 10ാം ക്ലാസ്സുകാരെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറാ. അതും വേറെ ജാതി. വേറൊരുത്തൻ പ്രേമിക്കണത് ഏതും പോരാത്തൊരു പാസ്റ്ററുടെ മകളാ. അവള് പഠിക്കണതേ ഡിഗ്രിക്ക്. അവൻ ഡിഗ്രി എഴുതണമെങ്കിൽ 2 പേരോടെങ്കിലും ചോദിക്കണം. പിന്നെ ഇവന്റെ കാര്യം കണ്ടില്ലേ, ഒരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട്, ഊര് പേര് അഡ്രസ് ഒന്നും അറിയില്ല. ആകെ കൂടി പരിചയം ഇവനുണ്ടാക്കുന്ന വൃത്തികെട്ട പൊറോട്ട തിന്നാൻ വല്ലപ്പോഴും ആ കടയിലൊന്നും വരും. ഇതൊന്നും ശരിയാവത്തില്ല. ഇപ്പൊ ഇവന് കിട്ടി, ഇനി അവന്മാർക്കിട്ടും കിട്ടും. അത് ശരിയാ. ഉറപ്പാ. അല്ല ഇത് ആര് ഗീതാന്റിയാ? കഴിഞ്ഞ പ്രാവശ്യം ചേട്ടന്റെ പാന്റിന്റെ മൂട് കീറിയപ്പോ വന്നിട്ട് പോയതാ. പിന്നെ ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നില്ല. ഇപ്പൊ തയ്പ്പീരൊക്കെ കുറവാ, എല്ലാവർക്കും റെഡിമെയ്ഡ് മതിയെന്നേ. അതാ. എന്ത് റെഡിമെയ്ഡ്? അവനവന്റെ അളവിനും പാകത്തിനും തയ്ച്ചിരുന്ന സുഖം കിട്ടുവാ ഈ റെഡിമെയ്ഡിന്? അതില്ല. ചുമ്മാ ജാടാ. ഓ പിന്നെ സാരി തന്നെ ഉടുത്ത് ഞാനങ്ങ് മടുത്തു. ഇനി ചുരിദാറിലേക്ക് മാറിയാലോ എന്ന് ആലോചിക്കുക. ചതിക്കരുത്. സാരി സാരി മതി. നല്ല സെറ്റ് സാരിയെ കൊടുത്ത് ഞാൻ തയ്ക്കുന്ന ഫ്രണ്ടൊക്കെ ഇറക്കി വെട്ടിയ ബ്ലൗസ് ഒക്കെ ഇട്ട്, ബാക്കൊക്കെ നല്ല ഇറക്കി വെട്ടിയ ബ്ലൗസ് ഒക്കെ ഇട്ട് ആന്റി അങ്ങ് നിന്ന എന്റെ പൊന്നോ നല്ല ലക്ഷണോ പിടിയാനും നിക്കണ പോലല്ലേ. ഓ ചേട്ടന് ഞാൻ ചുരിദാർ ഇടുന്നതാ ഇഷ്ടം. ചിലരങ്ങനെ തിന്നുമില്ല, മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കയില്ല. പിന്നെ ഷിബുവേ, ഞാൻ പുതിയൊരു അടിപ്പാവാട വാങ്ങി. അതിന് ഇച്ചിരി ഇറക്ക കൂടുതലാ. 2 ഇഞ്ച് ഒന്ന് മടക്കി അടിച്ചേക്കാം. പിന്നെന്താ ആന്റി നാളെ പോര്. എന്നാ പോട്ടെ. പിന്നെ ഓ. പുതിയ സാരി എടുക്കുമ്പോഴത്തേക്ക് ബ്ലൗസ് ഈ സ്പെഷ്യലിസ്റ്റിന് തന്നെ തന്നെ. കാരണം ഞാൻ കുറച്ച് പുതിയ മോഡൽസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ആഹാ. നമുക്ക് പുതിയ ആൾ എടുത്ത് തയ്ക്കാന്നേ. പിന്നെന്താ, എന്നാ ചേച്ചി വരട്ടെ. അടിച്ചു കൊറ. ആ തള്ള പഠിച്ച കള്ളിയാ. ഇനി അവരോട് വന്നെങ്കിലേ അവരുടെ ഭർത്താവിന്റെ പാന്റിന്റെ മൂട് കീറണം, അല്ലെങ്കിൽ അവര് പുതിയ അടിപ്പാവട മേടിക്കണം. നോക്കിക്കാ തയ്ക്കടാ. എനിക്ക് നോക്കാം. ഒരു കണക്കിന് പറഞ്ഞ ഭാഗ്യവന നമ്പീശൻ ചേട്ടൻ. ആരെ ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് പോകാൻ പറ്റിയല്ലോ. 10 ദിവസം കിടക്കേണ്ട ഒരു സാഹചര്യം വന്നായിരുന്നു എന്ത് ചെയ്തേനെ. ഇതാണ് മുകളിൽ ഒരാളുണ്ടെന്ന് പറയണത്. അവസാനമായിട്ട് ഒരെണ്ണം വാങ്ങിത്തരാൻ പറഞ്ഞത് എന്നോടാ. പാവം. ഓരോരുത്തരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഇല്ലാതാവുമ്പോഴാ അവരൊക്കെ നമുക്ക് ആരെങ്കിലൊക്കെ ആയിരുന്നു എന്ന് മനസ്സിലാവുന്നു. ഈ മാത്തഞ്ചന്റെ വീട്ടിലെ വേലക്കാരി ഉണ്ടല്ലോ, അവള് മുറ്റടിക്കുന്ന ഒളിഞ്ഞു നോക്കി കണ്ടോണ്ടിരിക്കുമ്പോഴാ അവസാനായിട്ട് ആ മനുഷ്യന്റെ വായന്ന് തന്തയില്ല എന്നോ വിളി കേൾക്കുന്നത്. എന്നിട്ടും എല്ലാം കണ്ടായിരുന്നാ? ഒരു ചെറിയ എന്താ കാര്യം എന്താന്ന്? ഇത് കേട്ടാ, ഇതുപോലെ സ്മോൾ ഇരിക്കുന്ന സമയത്ത് വയറിന് സുഖമില്ല, ഒരെണ്ണം ഊറ്റാറുണ്ടോളാന്ന് ചോദിച്ചാ മനുഷ്യന്റെ അടുത്ത് വന്ന് ഞാനത് കട്ടിലിന്റെ ഇടയിൽ സാരം ഒളിപ്പിച്ചിട്ട് ഇല്ലാതെ ബോച്ച് നോക്കി പറഞ്ഞു. ഈ പാവൊക്കെ ഞാൻ എവിടെ കൊണ്ട് വെക്കൂ? നീ എന്തിനാടാ ഞങ്ങളെ കരയിപ്പിക്കുന്നത്? പോട്ടടാ പോട്ടെ. ഇനി ആരെങ്കിലും നിന്റെ അടുത്ത് ഒരെണ്ണം ചോദിച്ചു വന്നാ ഒരിക്കലും നീ അവരെ 4 ക്ലാസ് ആയിട്ട് പറഞ്ഞയക്കരുത്. ക്ലാസ് വലിയ കാരിക്കോലൊന്നും വേണ്ട. പുള്ളിക്കാരൻ മെഡിക്കൽ കോളേജിലുണ്ട്. ചിലപ്പോ രാത്രി എങ്ങാനും ഇറങ്ങി വന്നോളെ. പിന്നെ ഇങ്ങ് വന്നോളി. പേടിച്ചു പോയല്ലോ. ഒരു കാര്യം ഓർക്കുമ്പോഴാ വിഷമം. ഈ ശരീരം പഠിക്കാനൊക്കെ കൊടുക്കാന്ന് പറഞ്ഞ എന്റെ സിബി, അതൊക്കെ നല്ലൊരു കാര്യമല്ലേ? വളരെ ധീരന്മാരായ മനുഷ്യന്മാർക്ക് തോന്നുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ ബലിത്തറെ പോയി ഓർമ്മ പുതുക്കാനായിട്ട് ഭാര്യയും പിള്ളേരൊന്നുമില്ലല്ലോ. നല്ല സമയത്ത് പെണ്ണ് കിട്ടിയുള്ള കുഴപ്പങ്ങളാ ഇതൊക്കെ. ഈശ്വര, ഈ ബോഡി മെഡിക്കൽ കോളേജിലുള്ള മുതലാണോ? തീർന്ന അവിടെ തീർന്ന. പിന്നൊരു കാര്യം, നീയൊക്കെ വണ്ടി മേടിക്കണം കിണ്ടി മേടിക്കണം മുതലാളിയാണോന്നും പറഞ്ഞ് മനക്കണക്കും കൂട്ടി നടന്നു. നിന്റെയൊക്കെ ഗതിയും ഇതൊക്കെ തന്നെയായിരിക്കും. ചിരിക്കണ്ട നിന്റെ. ഈശ്വര ഭഗവാനെ, എന്റെ ഈ ബോഡി മാത്രം കാത്തോണേ. നല്ല മൈദമാവില് മഞ്ഞപ്പൊടി കുറുക്കിയ കളറ്, പൂരി വീർപ്പിച്ച പോലുള്ള കവിള്, ചുണ്ടുണ്ടല്ലോ ജിലേബി പോലെ ഇരിക്കും. ഈ അരക്കെട്ടിനെന്നാ പൂവമ്പഴത്തിന്റെ പോലെ ഇരിക്കും. ഒരു അയൽവക്കാന്നേ ഇത്രയൊക്കെ പോരണ്ടേ ശുഭേട്ടാ? അത് പോരെന്നാ. ഒരു അന്യ സംസ്ഥാന കുടുംബത്തിനെ നിങ്ങൾക്ക് അയൽവാസിയായിട്ട് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. ഇത് ഇത്ര വലിയ ലോട്ടറി ആയിരിക്കും ഞാൻ അറിഞ്ഞില്ല. പുണ്യം ചെയ്തവരാ നിങ്ങള്. ഓ എന്റെ അമ്മോ. നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ അവരുടെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ? ആ ഭാഗ്യവനെ കാണാൻ പറ്റിയിട്ടില്ല. എന്റെ ശിബുവേട്ടാ, ഒരു വക നടക്കത്തില്ല. സത്യം. പിന്നല്ലാതെ അയാളെ കൊണ്ട് ഒരു നടപടി വന്ന കേസല്ല. അങ്ങനെ പറയുന്ന കാര്യമില്ല. ഒരു വലിയ ആന നയിക്കുന്ന കൊച്ചു പാപ്പ. ആന്റപ്പാ,
ആ ഉദാഹരണം ഇവിടെ ചേരില്ല. ആന ശാന്തമായിട്ട് നടക്കുമ്പോഴല്ലേ പാപ്പാൻ കൂടെ ഉണ്ടാവുള്ളൂ. മതം പൊട്ടി ആന അടുത്ത് പാപ്പാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടേ ഞങ്ങൾ ഇവിടെ ഒരു മതപ്പാടിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കണം. നിന്റെ ഉദാഹരണം വേണ്ട. അത് ശരിയാ, ആശാന്റെ പുതിയ പറയുന്നുണ്ട്. എടാ വന്നിട്ട് ഇപ്പൊ ഇത്രയും ദിവസമായില്ലേ, എന്തെങ്കിലും കണ്ടായിരുന്നാ? പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഇത്രേ അടുത്താ കടന്ന്. പിന്നെ ഒന്ന് പോടാ അവിടുന്ന്. അതേനെ, അതിനിടയിൽ ചെറിയൊരു ഭിത്തി. എന്തോ അല്ല, ഞങ്ങള് വീടിന്റെ ചുമ്മാ തന്തേനെ കൊണ്ട് തുമ്മിക്കരുതാ. അല്ല, നമ്മൾ ഇത്രയും മർമ്മപ്രധാന ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഇയാളിത് അവിടെ നോക്കിക്കുവാ. ശരിയാണല്ലോ. അവൻ ഇവിടെ എങ്ങും അല്ല, പുതിയ ലൈൻ വീണിരിക്കല്ലേ നമ്മുടെ ട്യൂഷൻ ടീച്ചർ. അവൾ ഒരു ചെറുക്കന്റെ കയ്യിൽ ഫോട്ടോ ഒക്കെ കൊടുത്തു വിട്ടു. എന്നതായാലും ഫോട്ടോ കൈ കിട്ടി. പിന്നെ ഇവൻ ഫുൾ ടൈം ട്യൂഷൻ ക്ലാസ്സിലാ. ആണേ. എടാ ആന്റപ്പ, ആ ഹിന്ദിക്കാരനും ഭാര്യ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കണ്ടാ. എന്റെ അമ്മോ, എന്ത് സാധനോടാ അത്. മിക്കവാറും ഇവിടെ വന്ന ഒരു ബ്ലൗസിന് അളവെടുക്കാൻ സാധ്യത കാണുന്നുണ്ട്. പിന്നെ ബ്ലൗസ് എന്താടാ നാട്ടുകാർ ഇവിടെ വന്ന് എടുക്കണില്ല, പിന്നെ ബംഗാളികൾ. അത്ര ഇങ്ങനെ ആലോചിച്ച് കൂട്ടണ്ട. അല്ല, ഇത് ആരൊക്കെയായി വന്നേക്കണത്? ഭായി ഒരു ബഹനോ മേരെ തയ്യൽ കടയിലേക്ക് ആവോനാ. ആകെ ഒരു ഹിന്ദി വാക്ക് അറിയാമുള്ളൂ. ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് അതാ ഇഷ്ടം. സമാധാനായി. അല്ല, വന്ന കാര്യം എന്താ? ഒരു തയ്യൽ പണിയുണ്ട്. അതാണല്ലോ എന്റെ പണി. എന്താ തയ്ക്കണ്ടേന്ന് പറ. ഇവൾക്കൊരു ബ്ലൗസ് വേണം. അതിനെന്താ അളവ് ബ്ലൗസും തുണിയും എടുത്തോ? ব্লাউজ হবে নতুন মাপের। ഞാനങ്ങനെ പേയായിട്ടൊന്നും കട്ടിയല്ല. കട്ടിനെ കറക്റ്റായിട്ട് ഞാൻ കട്ടിയുള്ളൂ. അളവെടുക്കണ്ടാ പറഞ്ഞു. എന്നാന്ന്? പുതിയ അളവെടുക്കണം. তুমি এখানে শেষ করে বাড়ি যাও, ঠিক আছে। আমি বাজার থেকে আসছি। হুম। না ശരി. ഷിബു, ഇത്ര കാലത്തെ കാത്തിരിപ്പിന് ശേഷം നിന്റെ അസുദിനമെത്തി. ഷിബു, ചെന്നളവെടുക്ക്. എന്താ അച്ഛൻ എടുക്കുന്നേ? പോയി അളവെടുക്ക്. മുഴക്കോലെടുക്ക്, മുഴക്കോലെടുക്ക്. മുഴക്കോല എന്തിനാ? അളവെടുക്കാനാന്ന്. ടേപ്പ് കൊണ്ടല്ലേ അളവെടുക്കാറ്? എന്നാ ടേപ്പ് എടുക്ക്. ടേപ്പല്ലേ തോളത്തെടുക്കുന്നേ? പോയിട്ടാ. സാരി ഒന്ന് മാറ്റണം. এই মডেলটা ঠিক। ഫുൾ കൈ ഷർട്ടാണ് തയ്ക്കേണ്ടത്. സിബ് എന്റെ തയ്യൽ പരമ്പര ദൈവങ്ങളെ, എന്നെ തയ്യൽ പിടിപ്പിച്ച് ജോളിച്ചേട്ടാ ശക്തി തരൂ. എന്നാ ഇതറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. എഴുത്, ബുക്ക് എടുത്ത് എഴുതാൻ. 17 എഴുത്. 37. 30. 11. 9. ചേച്ചി നോക്കോ, നാളെ തന്നെ. 5. നിന്ന് ചെല്ല്. എന്റെ പൊന്നു ബ്ലൗസ്. ഞാൻ ഇന്നത്തോടെ എന്റെ തയ്യൽ പണി നിർത്തി. അതിനാണ് ഈ ലഡു.
എന്റെ ഷിബുവേട്ട കണ്ണ് കാണാനില്ലെങ്കിൽ നിങ്ങൾ ഒരു കണ്ണാടി മേടിച്ചു വെക്കി. അല്ലാതെ അറിയാവുന്ന പണി നിർത്തണോ? ഇനിയുള്ള കാലം അധ്വാനിച്ച് ജീവിക്കാന്ന് വെച്ചു അളിയനെ ഒരു വിസായ ചന്ദ്രനുണ്ട്. അല്ല പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു തീരുമാനം. ഈ ഷിബു ഒരു തീരുമാനം എടുക്കണമെങ്കിലേ കണിയാനെ വിളിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റ തോന്നല്, ഒറ്റ തീരുമാനം. നിങ്ങൾ പണി നിർത്താന്ന് കാര്യമായിട്ട് പറഞ്ഞാണോ? പോടാ പുല്ലേ, സ്വഭാവത്തോടൊരു കാര്യം പറഞ്ഞാൽ നീ ഒന്നും വിശ്വസിക്കൂല. ഇനിയിപ്പോ രണ്ടെണ്ണം അടിച്ചിട്ട് വന്ന് പറയണം. ഷിബുച്ചേട്ടാ അളവെടുക്കാൻ പെണ്ണുങ്ങളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ അതിനാ പണി നിർത്തുന്നേ. നമുക്ക് സ്റ്റാൻഡിൽ നടക്കാന്നേ. അതെന്താ? നീ എന്താ വിചാരിച്ചത്? ഞാനെന്താ പടക്കം പൊട്ടിച്ചടക്കാൻ മുട്ടിയിക്കുന്ന? പിന്നെ ഒരു കാര്യം, അളവെന്ന വാക്കിന് ഇവിടെ മിണ്ടിപ്പോരുത്. അത്രക്ക് വെറുത്തുപോയി ഞാൻ ആ വാക്ക്. അതെ, കുറച്ചു പേർ കൂടി ലഡു കൊടുക്കാനുണ്ട്. ലീവിന് വരുമ്പോ കാണാം. ഷിബുവേട്ടാ ലഡുവിനാണെങ്കിൽ ഇല്ല. ആഹാ. നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചതാ. നല്ലൊരു മനുഷ്യനായിരുന്നു, പട്ടായി പോയി.